ഞങ്ങളുടെ ബാലി ട്രിപ്പ് ഇവിടെ ആരംഭിക്കുകയാണ്. ഞങ്ങൾ ഒരു ഗ്രൂപ്പിലൊരു 17 പേരാണ് ഇപ്രാവശ്യം ഉള്ളത്. ഇത് ലേമാൻസ് വെക്കേഷൻ എന്നാണ് അവരുടെ ആ ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് 15-ാം തീയതി ഓണം കഴിഞ്ഞ് ആഘോഷിച്ച് കഴിഞ്ഞ് ഇനി ബാലിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യം മലേഷ്യയിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ബാലിക്ക് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കൊച്ചിയിലാണ് ഇപ്പോൾ ഉള്ളത്. കൊച്ചിയിലെ എയർപോർട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു 4.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് അതിന് ശേഷം അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് 3 മണിക്കൂറോളമാണ് ബാലിക്ക് യാത്രയുള്ളത്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകളെല്ലാം ഞാൻ നിങ്ങൾക്ക് ചിത്രീകരിച്ച് കാണിക്കുന്നതായിരിക്കും. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ യാത്ര ഇവിടുന്ന് പുറപ്പെടുകയാണ്. ഞങ്ങളുടെ ഈ യാത്രയിൽ പങ്കെടുത്ത 17 പേരും പല പല ജില്ലകളിൽ നിന്നുള്ളവരായിരുന്നു. ചിലർ പത്തനംതിട്ട, കോട്ടയം, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർ ഒരുമിച്ച് ചേർന്നാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് 3 മണിക്കൂർ മുൻപ് തന്നെ എല്ലാവരും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേരുകയുണ്ടായി. അതിനുശേഷം നമ്മളുടെ ടൂറിൻ്റെ മാനേജറായിട്ടുള്ള സനൽ സാറ് എല്ലാവർക്കും ടിക്കറ്റിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ വിസയും പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൽകുകയുണ്ടായി. എയർപോർട്ടിനുള്ളിലേക്ക് പ്രവേശിച്ച സമയത്ത് അവിടെ കണ്ട ആനകളുടെ പ്രതിമയും അതുപോലെ തന്നെ വെഞ്ചാമരവും കുടയൊക്കെ വിരിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള അവിടെ ശില്പങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ അത് വരികയും അവിടെ വീഡിയോ എടുക്കുകയും അതിൻ്റെ മുൻപിൽ നിന്ന് ഫോട്ടോ എടുക്കുകയും ഉണ്ടായി. ഈ ഗ്രൂപ്പിൽ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങളെ കൂടാതെ പാവർട്ടിയിൽ നിന്നുള്ള അലക്സ് കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹവും ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിരുന്നു. പിന്നീട് ഞങ്ങൾ ജെൻസും ലേഡീസും വേറെ വേറെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ നടുവിൽ നിൽക്കുന്ന ബ്ലാക്ക് ടീഷർട്ടുകാരനാണ് ഞങ്ങളുടെ ടൂർ മാനേജറായിട്ടുള്ള സനൽ സാർ. ഇത്തവണത്തെ ഞങ്ങളുടെ യാത്ര മലേഷ്യൻ എയർലൈൻസ് ആയിട്ടുള്ള ബാട്ടിക് എയറിലാണ്. ബാട്ടിക് എയറിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. അത്ര വലിയ ഫ്ലൈറ്റ് അല്ല, ഒരു ഇടത്തരം ഫ്ലൈറ്റ് ആയിരുന്നു. ഏറ്റവും വലിയ ജംബോ ഫ്ലൈറ്റ് അല്ല. അങ്ങനെ ഫ്ലൈറ്റ് എല്ലാം കറക്റ്റ് ടൈമിൽ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടുകയുണ്ടായി. ഇനി അവിടെ നിന്ന് നമ്മൾ ഗ്ലാസ്സിലൂടെ കാണുന്ന, താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കൊച്ചിയുടെ ആകാശ കാഴ്ചയാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ആ ബിൽഡിങ്ങുകളും ലൈറ്റുകളൊക്കെ, ഉറങ്ങാത്ത കൊച്ചിയാണ്. ആ പുലർച്ചെ നേരത്തും ഉറങ്ങാതെ ഇരിക്കുന്ന കൊച്ചിയുടെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങുന്നത് മലേഷ്യൻ എയർപോർട്ടിലേക്കാണ്. മലേഷ്യൻ എയർപോർട്ടിലേക്ക് ഇവിടെ നിന്ന് 4.5 മണിക്കൂറിൻ്റെ റണ്ണിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിനുശേഷം അവിടെ ഇറങ്ങിയിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ഫ്ലൈറ്റ് ഉള്ളത്. അങ്ങനെ കൊച്ചിയിൽ നിന്നും കറക്റ്റ് ടൈമിൽ തന്നെ ഫ്ലൈറ്റ് പുറപ്പെടുകയും ഇവിടെ പറഞ്ഞ സമയത്ത് തന്നെ കറക്റ്റ് 4.5 മണിക്കൂറിന് ശേഷം ഇപ്പോൾ നമ്മളുടെ മലേഷ്യൻ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങുകയാണ്. ആ ഫ്ലൈറ്റിൻ്റെ ചിറകുകളിൽ ഒരു ഷീറ്റ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കണ്ടില്ല, അതുകൊണ്ടാണ് നമ്മളുടെ ഈ ഫ്ലൈറ്റിനെ സ്പീഡ് അവർ നിയന്ത്രിക്കുന്നത്. ആ ഫ്ലൈറ്റ് ഇറങ്ങിയതിന് ശേഷം ആ ഷീറ്റ് ഇങ്ങനെ പൊങ്ങുകയും അതിൽ നിന്നാണ് ആ സ്പീഡ് അറേഞ്ച് ചെയ്തിട്ട് ഫ്ലൈറ്റിനെ സ്ലോ ആക്കുന്നത്. Batik Air Malaysia. Semoga bertemu lagi di dalam penerbangan yang akan datang. Selamat. Ladies and gentlemen, we are safely landed at KL International Airport, Terminal 1. The local time now is 10 minutes to 8 in the morning and the temperature is 25 degrees Celsius. It is a safety route. അങ്ങനെ മലേഷ്യൻ എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നു. ആ കാണുന്നതാണ് മലേഷ്യൻ എയർപോർട്ട്. അവിടെ ഒരു മലേഷ്യൻ എയർലൈൻസിൻ്റെ ഒരു വിമാനം നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇവിടെ 3 മണിക്കൂറിൻ്റെ സമയമുണ്ട്. ഇവിടുത്തെ എയർപോർട്ടിൽ നിന്ന് ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് അടുത്ത ഫ്ലൈറ്റിലേക്ക് ഞങ്ങൾ കയറിയത്. ഇപ്പോൾ ഞങ്ങൾ കയറിയ സമയത്ത് എനിക്ക് വേറെ സ്ഥലത്തും വൈഫിന് വേറെ സ്ഥലത്തായിരുന്നു സീറ്റ് കിട്ടിയത്. അങ്ങനെ മലേഷ്യയിൽ നിന്ന് 3.25 മണിക്കൂറാണ് ഇങ്ങോട്ട് എടുത്തത്. അതിനുശേഷം ഞങ്ങളിപ്പോൾ ഇന്തോനേഷ്യൻ എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ ഒരുപാട് തരത്തിലുള്ള ഭംഗിയുള്ള കുറേ സ്തൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ കാണുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തതാണ്. ബാലിയിലെ എയർപോർട്ടിൻ്റെ പേര് ഐഗുസ്റ്റി ഗുറാങ് റായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നും അല്ലെങ്കിൽ തന്നെ വേറൊരു പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഡെൻപാസർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഞങ്ങൾക്ക് ഇന്തോനേഷ്യയിൽ 5 ദിവസത്തെ പ്രോഗ്രാമാണുള്ളത്. ഇതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഈ എയർപോർട്ടിൽ നിന്ന് മലേഷ്യയിൽ നിന്ന് കൊച്ചിയിലേക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഇന്തോനേഷ്യൻ ടൂറിന് വരുന്നവർക്ക് 2 തരത്തിലുള്ള വിസകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരെണ്ണം വേണമെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ വിസ എന്ന് പറയും. അത് അവിടെ നിന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് വരാൻ പറ്റും. അല്ലാതെ തന്നെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഓൺ അറൈവൽ വിസ കിട്ടും. അത് വേണമെങ്കിൽ ഇവിടെ ഒരു ഫോമൊക്കെ ഉണ്ട്, അത് പൂരിപ്പിച്ചതിന് ശേഷം ചെറിയ ഡോളർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതവിടെ സെറ്റ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഓൺ അറൈവൽ വിസ അറേഞ്ച് ചെയ്യാൻ പറ്റും.
ഈ വിസ എടുത്ത് വരുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. അല്ലെങ്കിൽ നമ്മളിവിടെ വന്നതിന് ശേഷം പിന്നീട് നമ്മളിവിടെ ലൈനിൽ നിൽക്കാനും ഇവിടെ ഫോം പൂരിപ്പിക്കാനും കുറേ സമയം നമ്മുടെ ഇവിടെ ചിലവഴിക്കേണ്ടി വരും. ഞങ്ങളുടെ ദ ലേമാൻസ് വെക്കേഷൻ അവിടെ നിന്ന് തന്നെ ഈ വിസ എടുത്തിട്ടാണ് ഞങ്ങളെ അങ്ങോട്ട് കയറ്റി വിട്ടത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇവിടെ വന്നതിന് ശേഷം ഒരു ഹെൽത്ത് കാർഡ് പൂരിപ്പിച്ച് കൊടുക്കേണ്ടി വന്നു. അത് കൊടുത്തതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിലെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു എയർപോർട്ട് തന്നെയായിരുന്നു ഈ ഇന്തോനേഷ്യയിലെ ഈ എയർപോർട്ട്. അത്യാവശ്യം സന്ദർശകർ ഇങ്ങോട്ട് ഈ ബാലി സന്ദർശിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. ഈ ഓണം വെക്കേഷനിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള വേറെ ഗ്രൂപ്പുകളിലുള്ള ആളുകളെയും ഞങ്ങളിവിടെ പരിചയപ്പെടുകയുണ്ടായി. ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കീഴിലുള്ളൊരു ദ്വീപ സമൂഹമാണ് ബാലി എന്ന് പറയുന്നത്. ഇതിൻ്റെ തലസ്ഥാനം ഡെൻപാസറാണ്. ഇവിടെ വന്നാൽ കൂടുതൽ നമുക്ക് അമ്പലങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ സമാധാനത്തിൻ്റെ ദ്വീപ്, ദൈവങ്ങളുടെ ദ്വീപ്, ഹൈന്ദവ ദ്വീപ്, പ്രണയത്തിൻ്റെ ദ്വീപ് എന്നിങ്ങനെ പല പേരുകളിലാണ് ഈ ബാലി ദ്വീപ് അറിയപ്പെടുന്നത്. നമ്മൾ എയർപോർട്ടിന് പുറത്തേക്ക് വരുമ്പോൾ പ്ലക്കാർഡും പിടിച്ചിട്ട് ഒരുപാട് പേരൂടെ ആളുകളെയും പ്രതീക്ഷിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് കുറേ ആളുകൾ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഗ്രൂപ്പ് ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഞങ്ങളെ മാലയിട്ടിട്ട് സ്വീകരിക്കുന്ന ആ വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും അവർ മാലയിട്ടിട്ടാണ് ഞങ്ങളെ ഈ എയർപോർട്ടിൽ നിന്ന് ഞങ്ങളെ ബസ്സിലേക്ക് പിന്നീട് കയറ്റിയത്. Welcome to Bali. Yes, my name is Agung Tio, right? You can call me Agung or Tio, same. So now we go to find the SIM card first. Restaurant first. Okay, we go to restaurant first. എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഫസ്റ്റ് റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് പിന്നീട് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയുള്ളൂ. ഇന്തോനേഷ്യയിലെ ഈ ബാലി ദ്വീപിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. 2010 കണക്കെടുപ്പ് പ്രകാരം ഈ ദ്വീപിലെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് 38,91,428 ഇന്തോനേഷ്യയിലെ ന്യൂനപക്ഷ വിഭാഗമായ ഹിന്ദുമത വിശ്വാസികളിൽ ഏറിയ പങ്കും ബാലി ദ്വീപിലാണ് വസിക്കുന്നത്. 2000 കണക്കെടുപ്പ് പ്രകാരം ദ്വീപ് നിവാസികളിൽ 92.29% ആളുകളും ബാലിനീസ് ഹിന്ദുമത വിശ്വാസികളാണ്. ബാക്കിയുള്ളവർ ഇസ്ലാം, ക്രൈസ്തവ മതവിശ്വാസികളുമാണ്. പാരമ്പര്യ കലകളാലും ശില്പചാതുര്യത്താലും സമ്പന്നമായ ബാലി രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഈ അടുത്ത വർഷങ്ങളിലായിട്ട് ബാലിയിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് വളരെ വലുതാണ്. ഒരുപാട് പേരാണ് ബാലി സന്ദർശിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രമുഖ സാഹിത്യകാരനായിരുന്ന എസ് കെ പൊറ്റേക്കാട് എഴുതിയ ബാലി ദ്വീപ് എന്ന യാത്രാ വിവരണത്തിലൂടെയാണ് ഈ ദ്വീപിനെക്കുറിച്ച് കേരളീയർ അറിയുന്നത്. ഈ ബാലി കാണുമ്പോൾ എനിക്ക് കൂടുതലും കേരളം കാണുന്നൊരു പ്രതീതിയായിട്ടാണ് കൂടുതൽ തോന്നുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെമാരിയുള്ള കുറേ തെങ്ങുകളും വാഴകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഭൂപ്രകൃതി ഏകദേശം കേരളത്തോട് സാമ്യമാണ്. അങ്ങനെ അല്പം നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിച്ചേർന്നു. ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ കൂടുതൽ കാഴ്ചകളുമായിട്ട് വരുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്കും കമൻസൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.